ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിൽ റെയിൻ ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാർജയിൽ നമുക്കറിയാം ഇപ്പം മെയ് മാസമൊക്കെ ആകുമ്പോൾ നല്ല ചൂടാണ്. ഗ്ലാസ് വെച്ചേ പറ്റൂ കേട്ടോ, എന്തായാലും ഗ്ലാസ് വെക്കാം. നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റെയിൻ ഹൗസ് പോലുള്ള സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത്, ഫാമിലി ആയിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിനകത്തേക്ക് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ ടിക്കറ്റെല്ലാം എടുത്തു. ടിക്കറ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. ഷാർജയിൽ ഇപ്പോൾ നമ്മൾ റോള ഭാഗത്തായിട്ടാണ് ഈ ഒരു റെയിൻ ഹൗസ് ഉള്ളത്. ഇവിടെ ഒരാളുടെ എൻട്രി ടിക്കറ്റിന് വേണ്ടി വരുന്ന പൈസ എന്ന് പറയുന്നത് 25 ദിറംസാണ്. അതിപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റോ ടീച്ചറോ ഒക്കെ ആണെങ്കിൽ നമുക്ക്, നിങ്ങളിപ്പോൾ എന്ത് തന്നെ പഠിക്കുകയാവട്ടെ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 15 ദിറംസേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് ഒരു ഇതുപോലെ 10 ദിറംസ് കുറച്ച് തന്നു. അപ്പോൾ എന്തായാലും ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ഞാനും എൻ്റെ കൂടെ മനുവുണ്ട്. ഞങ്ങൾ ഇതിനകത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ അവരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഒരാൾ വന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ അവരുടെ ഫേസ് ഒന്നും കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫേസ് ഒന്നും ഇപ്പോൾ എടുക്കാത്തത്. വളരെ ചെറിയ ഒരു ബിൽഡിംഗ് ആണ്. ഇനിയിപ്പോൾ കണ്ണടയുടെ ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് ഭയങ്കര വലിയൊരു വോളും അതുപോലുള്ള ലൈറ്റിങ്ങും സംഭവമൊക്കെ ഉണ്ട്. അകത്ത് മഴ പെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സൈറ്റഡ് ആണ്. പുറത്ത് നിന്ന് കാണുമ്പം ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ലല്ലോ, ഒന്ന് കയറി പോകണമെന്ന്. അങ്ങനെ ഇന്ന് എന്തായാലും ഞാനിവിടെ വന്നു. മനുവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇത്തിരി സീൻ ഡാർക്കാണ് കേട്ടോ, ഒന്നും കാണാൻ വയ്യ. പക്ഷേ ഇതാണ് റെയിൻ ഹൗസ്. ഞാൻ ഇതിലേക്ക്, ഈ മഴയിലേക്ക് പതുക്കെ നടന്നു പോവുകയാണെങ്കിൽ എൻ്റെ പുറത്ത് വെള്ളം വീഴില്ലെന്നാണ് പറഞ്ഞത്. അഥവാ വെള്ളം വീണ് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സൊന്നും എനിക്കില്ല, വണ്ടിയിൽ കയറി പോകേണ്ടതാണ്. അപ്പം ഞാൻ പതുക്കെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതേവരെ വലിയ രീതിയിൽ നനഞ്ഞിട്ടില്ല, പക്ഷേ ചെറിയ രീതിയിൽ ഞാൻ നനഞ്ഞു. എൻ്റെ മുഖം കണ്ട, മുഖത്ത് വെള്ളം കണ്ട. ഇനി അടുത്ത സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനുവിനെ നനയ്ക്കാൻ പോവാണ്. മനു, പതുക്കെ പോണേ, പതുക്കെ. സ്പീഡിന് പോയാൽ നനയും, പതുക്കെ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു ആംബിയൻസ് മാത്രമേ ഉള്ളൂ. ഈ മഴ നനയാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് 25 ദിറംസാണ്. നാട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് അടുത്ത മാസം മുതൽ മഴ നനയാം. ഇവിടെ പൈസ കൊടുത്തിട്ട് മഴ നനയണം. മനു തലയെ കൈയും വെച്ചിട്ടൊക്കെ നടക്കുന്നത്. എങ്ങനെ ഞാൻ ഈ ഇരുട്ടത്ത് എന്തിനാണോ എന്തോ കണ്ണടയും വെച്ചോണ്ട് പോയത്. ഒരു കൂട്ടം തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു, ചൈനീസ് ആയിട്ടുള്ള ആളുകളാണ്. ഞാനിപ്പോൾ നല്ല പതുക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന്, ഇപ്പോൾ പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ വന്നതുപോലെ എൻ്റെ പുറത്തൊന്നും വെള്ളം വീഴുന്നില്ല കേട്ടോ. നേരത്തെ നന്നേ നനഞ്ഞായിരുന്നു ഞാൻ അപ്പുറത്തുനിന്ന് പോകുന്നപ്പോൾ. പക്ഷേ ഇപ്പം ഒട്ടും വെള്ളം വീഴുന്നില്ല. ഒട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, 2-3 തുള്ളി വീണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്തിരി ഫാസ്റ്റായിട്ട് പോകണമെന്ന് വിചാരിച്ചു എന്ന് വെച്ചോ, നമ്മൾ തീർന്ന് നനഞ്ഞ് കുളിച്ച് ഒരു പരിവാകും. എന്നെ ഓവർടേക്ക് ചെയ്താരോ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേറൊരു തോന്നൽ മാത്രമാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്ക്. ആഹാ, എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ നനയത്തില്ലെന്നായിരിക്കും വിചാരം. ഞാൻ നനഞ്ഞു. അത് നമ്മൾ മാത്രമല്ല, ഇവിടുത്തെ സെൻസർ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സെൻസറും വർക്ക് ചെയ്യുന്നില്ല. ഈ സെൻസർ ഉണ്ടല്ലോ, വേറെ ഐഡിയ ഉണ്ട്. ഇങ്ങനെ കൈ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് പോവാം. അതും നടക്കത്തില്ല. അപ്പോഴേ അങ്ങ് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. നമ്മളിത് ഒന്നുകൂടെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ കുറേ ആളുകളുള്ളപ്പോൾ എക്കോ ചെയ്യുന്നുണ്ടോ എന്തോ, കുറേ ആളുകളുള്ളപ്പോൾ നല്ല രസമുണ്ട്. അപ്പം നമ്മൾ വളരെ വിജയകരമായിട്ട് അവിടുന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട്. സംഭവം കൊള്ളാം. അത്യാവശ്യം
എന്താ പറയുക ഫാമിലി ആയിട്ടോ കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി മൊത്തം നനഞ്ഞ് വേറൊരു ഡ്രസ്സുമായിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ നോക്ക് ജിമ്മിന് പോയി വീർത്ത പോലെ 1-2 തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 25 ദിറംസാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ഐഡിയോ നമ്മൾ സ്റ്റുഡൻസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു കോഴ്സ് ഇവിടെ ചെയ്യുന്നത് കൊണ്ട് അവരെന്നോട് ചോദിച്ചു ഓക്കെ അതിൻ്റെ ID കാർഡ് വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പ്രൂഫ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മാർക്ക് ഷീറ്റൊക്കെ കാണിച്ചപ്പോഴത്തേന് എനിക്ക് ഡിസ്കൗണ്ട് തന്നു. അപ്പം നോർമലി ഞങ്ങൾക്ക് 50 ആകേണ്ടതിന് പകരം ഇപ്പോൾ 40 ആയിട്ടുള്ളൂ. എനിക്ക് 10 ദിറംസ് അവർ ലെസ്സാക്കി തന്നു. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു ചൂട് സമയത്ത് പുറത്തൊക്കെ അറിയാമല്ലോ, മെയ് മാസമാണ്, ഇവിടെ നല്ല ചൂടാണ്. ഈ ചൂട് സമയത്ത് ഇതിനകത്ത് കയറി എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു രസമുള്ള പരിപാടിയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഈ ഒരു ചൂട് സമയത്ത് ഇവിടെ വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ വന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ നമ്മളുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജി സൈനിങ് ഓഫ്. ബൈ.